അങ്ങനെ സൂര്യ പത്മയും എതി സാറിനോട് പറയുന്നുണ്ട്, അച്ഛാ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നന്ദിനിയുടെ വീട്ടുകാർ ഇവിടെ വന്നത് വിഷു കൈനീട്ടം തന്ന് തിരികെ പോകാനാണ്. പക്ഷെ ഞാൻ അവരെ വിടുന്നില്ല. ഈ പ്രാവശ്യം വിഷു അവർ ഇവിടെ ആഘോഷിക്കും എന്ന് പറയാണ്. പറ്റില്ല എന്ന് പത്മ പറയാണ്. പറ്റും എന്ന് സൂര്യയും. തീരുമാനമെടുത്ത് സൂര്യയാണെങ്കിൽ അത് നടത്തിയിരിക്കും. എതിർത്ത് നോക്ക്, പക്ഷെ തോറ്റുപോകും. കഴിഞ്ഞ പ്രാവശ്യം ഓണം ആഘോഷിച്ചത് ഓർമ്മയുണ്ടല്ലോ. ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഇവിടെ വിശന്ന് തളർന്നു വീണപ്പോൾ നന്ദിനിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചത് ഓർമ്മ കാണുമല്ലേ എന്ന് ചോദിക്കുകയാണ്. പത്മ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അത് അവളുടെ അച്ഛൻ്റെ വിയർപ്പ് വീണ ക്യാഷ് കൊണ്ട് വാങ്ങിച്ച ചോറാണ്. ഇന്ന് അവരെക്കുറിച്ച് ആലോചിച്ച് നാണമുണ്ടെങ്കിൽ അന്ന് കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് ഓർത്തി നാണക്കണം. അപ്പോൾ പത്മ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആഘോഷങ്ങളൊന്നും നീ വിടരുത്, ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. ഇവിടെ വിഷു ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഗംഭീരമാക്കും. ഇങ്ങനെ പറഞ്ഞ് പത്മ അകത്തേക്ക് പോവുകയാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചു നിൽക്കുകയാണ് സൂര്യയും. പിന്നീട് കാണിക്കുന്നത് സൂര്യ കുളിച്ച് ഫ്രഷ് ആയിട്ട് പുറത്തു പോകാൻ ഇറങ്ങുകയാണ്. നന്ദിനിയെ വിളിക്കുന്നുണ്ട്. നന്ദിനി എന്താ സർ എന്ന് പറഞ്ഞ് ഓടി വരികയാണ്. നീ അവരെ ശ്രദ്ധിച്ചോണം, അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ അവരോട് പറഞ്ഞ് സമാധാനിപ്പിക്കുക. ഇവരെയുള്ളവരുടെ സ്വഭാവം ഇത് തന്നെയാണെന്ന് അവർക്ക് നേരത്തെ അറിയാമില്ല, അതുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാനാകും. ഞാൻ അത്യാവശ്യമായിട്ട് പുറത്തു പോയി പെട്ടെന്ന് തിരിച്ചു വരാം എന്ന് പറയാണ്. ഇത് കേട്ടതും നന്ദിനി ആകെ പേടിക്കാൻ, സാർ ഇപ്പോൾ എവിടെയൊക്കെ പോകുന്നത്? പോകണ്ട സർ, ഇവിടെയുള്ള പത്മാമാരത്തിൻ്റെ മറ്റുള്ള സ്വഭാവം അറിയാമല്ലോ, അവരൊരു ചാൻസ് കിട്ടാൻ നിൽക്കുക, അതുകൊണ്ട് സാർ പോകണ്ട എന്ന് പറയാണ്. എടോ പേടിക്കേണ്ട, അവരുടെ സുരക്ഷ ഞാൻ ഉറപ്പാക്കിയിരിക്കും. ഞാൻ അവരെ മനസ്സുകൊണ്ടാണ് സ്നേഹിച്ച് ഇങ്ങോട്ടേക്ക് സ്വീകരിച്ചിരുത്തിയത്. ഇവരുള്ളിടത്തോളം നേരം അവരുടെ സുരക്ഷ ഞാൻ ഉറപ്പാക്കി. നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞാൻ പെട്ടെന്ന് പോയി തിരിച്ചു വരാം. എനിക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടാണ്. അത് കഴിഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും അവരുടെ കൂടെ ഇരുന്ന് നാട്ടിലുള്ള വർത്തമാനങ്ങളും വിശേഷങ്ങളും എല്ലാം കേട്ടിരിക്കാം കേട്ടോ. അല്ല സാറ് അച്ഛനും മുത്തശ്ശിയൊക്കെ വന്ന അവസരം മുതലെടുത്ത് കുടിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കാൻ നന്ദിനി. സൂര്യ പറയട്ടെ, അയ്യോ ഇല്ലേ, ഞാൻ കുടിച്ചാൽ എൻ്റെ കൂടെ നീയും കുടിക്കുമല്ലോ, എന്നിട്ട് രണ്ടാവളും കൂടി ഇവിടെ കിടന്ന് താണ്ടാൻ ആടാനോ എന്നൊക്കെ ചോദിക്കാൻ. അപ്പോൾ നന്ദിനി ചിരിക്കുകയാണ്. എന്തായാലും ഈ പോക്കിൽ ഞാൻ കുടിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് രാത്രി വേണമെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒന്ന് കൂടാമെന്നേ എന്ന് പറയാണ്. അപ്പോഴേക്കും നന്ദിനി തമാശയിൽ കൈ ഓങ്ങിയിട്ട് അടിക്കും ഞാൻ എന്നൊക്കെ പറയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം ചിരിച്ചു നിൽക്കുകയാണ്. സൂര്യ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നന്ദിനി അടുക്കളയിൽ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശി അവിടേക്ക് വരികയാണ്. മോളെ എന്ന് വിളിക്കുകയാണ്. എന്താ മുത്തശ്ശി, മുത്തശ്ശിക്ക് എന്തെങ്കിലും വേണോ? മുത്തശ്ശി പറയുന്നുണ്ട്, ഒന്നും വേണ്ട മോളെ, ഞാൻ ഇവിടേക്ക് വന്നത് എന്നോട് സ്വകാര്യമായിട്ട് സംസാരിക്കാനാണ്. നീ ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ചിരിച്ചും കളിച്ചും ഒക്കെ അഭിനയിക്കുന്നുണ്ട്, അത് ഞങ്ങളെ കാണിക്കാൻ മാത്രമാണെന്ന് എനിക്കറിയാം. ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു മാറ്റവുമില്ലെന്ന് പത്മ മേഡത്തെ മക്കളുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി എവിടേക്ക് എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് എത്ര കാലമെന്ന വെച്ച് മോളെ ഇവിടെ ഇങ്ങനെ കഴിയുക? കാര്യം ശരിയാണ്, മോൻ നിന്നോട് നന്നായിട്ട് പെരുമാറുന്നുണ്ട്, എന്തെങ്കിലും കാര്യത്തിൽ പെട്ടുപോയാൽ നിന്നെ രക്ഷിക്കുന്നുമുണ്ട്. പക്ഷെ അതൊന്നും അല്ലല്ലോ മോളെ ജീവിതം എന്ന് പറയുന്നത്. നിനക്ക് ജീവിക്കണ്ടേ, നിനക്കൊരു കുടുംബം വേണ്ടേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, മുത്തശ്ശി പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ മുൻപ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പക്ഷേ ഇനി ഞാൻ ചിന്തിക്കില്ല. അപ്പോഴാണ് കേട്ടോ കിച്ചൻ്റെ ഡോറിനടുത്ത് ഇന്ദ്രജ വന്ന് നിൽക്കുന്നത്. മുൻപ് സൂര്യ സാറിനെ കുറിച്ച് എൻ്റെ മനസ്സിലുള്ള ചിത്രം എന്തായിരുന്നെന്നറിയോ? വലിയ വീട്ടിലെ ഒരു കള്ളുകുടിയനായ മകൻ, അതായത് നമ്മുടെ മുതലാളിയുടെ മകൻ. വെറും ഒരു കടപ്പാടിൻ്റെ പേര് ഞാൻ ഇവിടെ ഒരു അടിമയായിട്ട് പിടിച്ചു നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെയല്ല മുത്തശ്ശി, ഞാൻ സൂര്യ സാറിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാൻ. ഇത് ഇന്ദ്രജയും കേൾക്കുകയാണ്. അവൾ ഷോക്കാവുക കേട്ടോ. നന്ദിനി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എനിക്കിഷ്ടമാണ് മറ്റുള്ളവരോട് വഴക്കടിക്കുന്നത് പെരുമാറുന്നത് പോലെ എന്നോട് പെരുമാറാതെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഏത് ഭാര്യയും ആഗ്രഹിക്കുന്നത് പോലൊരു ഭർത്താവാണിപ്പോൾ. എനിക്കിപ്പോൾ ഒരു നിമിഷം പോലും സൂര്യസാറിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ നാണത്തോടു കൂടി ചിരിച്ചു നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് വന്നിട്ട് അവളുടെ മുഖം തിരിച്ച് മുഖത്തേക്ക് നോക്കിയിട്ട് പറയാണ്, ഞാനൊന്ന് കാണട്ടെ നിന്നെ, ഇത്രയൊക്കെ മനസ്സിൽ തോന്നിയിട്ട് എന്താണ് നീ ഞങ്ങളേക്ക് വിളിച്ച് പറയാതിരുന്നേ? ഇവിടെ പത്മ മക്കളും ബാക്കിയുള്ളവരും എന്ത് പറഞ്ഞാലും എനിക്കിപ്പോൾ അതൊന്നൊരു പ്രശ്നമല്ല. എൻ്റെ സൂര്യ സാറിൻ്റെ വീട്ടിൽ അവർക്ക് വേണ്ടപ്പെട്ടവർ, അത്രേ ഞാൻ കരുതുന്നുള്ളൂ. ഇനി എന്തെങ്കിലും വിഷമം തോന്നിയാൽ സാറിൻ്റെ കുസൃതികളും തമാശകളൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ എല്ലാം പോകും. ഇപ്പോൾ പണ്ടത്തെ പോലല്ല, സാർ വരാൻ എത്ര വൈകിയാൽ ഞാൻ കാത്തിരിക്കും. സാറിന് ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടേ എനിക്ക് സമാധാനം കിട്ടോ. സാർ ഉറങ്ങുന്നത് മനസ്സമാധാനത്തോടു കൂടി നോക്കി നിൽക്കിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. അത്രയ്ക്കും സാർ എൻ്റെ മനസ്സിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൾ ചിരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എങ്കിലേ ഈ മുത്തശ്ശി ഒരു കാര്യം പറയട്ടെ, അധികം വൈകാതെ മോൾക്കൊരു കുഞ്ഞുണ്ടാവണം. ഈ മുത്തശ്ശി കാണാം മോളുടെ കുഞ്ഞിനെ എന്ന് പറയാണ്. ഇത് കേട്ടതും ഇന്ദ്രജി ആകെ ഷോക്കാവുകയാണ്. നന്ദിനി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിനൊക്കെ സമയമാകുമ്പോഴേ അതൊക്കെ നടന്നോളും. ഇപ്പോൾ മുത്തശ്ശിൻ്റെ മോള് സന്തോഷത്തിലാണ്, അതിനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ മുത്തശ്ശിയും ചിരിച്ചുകൊണ്ട്, മോളെ സന്തോഷമായി, മുത്തശ്ശിക്ക് ഇത് കേട്ടാൽ മതി എന്നൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന ഇന്ദ്രജ ദേഷ്യത്തോട് കൂടിയിട്ട് പത്മയെ അറിയിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നന്ദിനി, നിന്റെ അച്ഛൻ പറയുന്നത് നിന്റെ കയ്യിൽ വിഷു കഴിഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടായാലും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. എന്തിനാ വെറുതെ വിഷു അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു പ്രശ്നം? അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, സൂര്യ സാർ ഇതറിഞ്ഞാൽ സമ്മതിക്കില്ല, എങ്കിലും ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അടുക്കളയിൽ നിന്നും റൂമിലേക്ക് പോയിട്ട് ഫോൺ എടുത്ത് വിളിക്കാൻ സൂര്യയെ. എന്നിട്ട് സൂര്യയോട് മുത്തശ്ശി പറഞ്ഞ കാര്യം പറയാണ്. സൂര്യ പറയുന്നുണ്ട്, നന്ദിനി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഈ പ്രാവശ്യം വിഷു നമ്മൾ ഒന്നിച്ചാണ് ആഘോഷിക്കുന്നത്. അവരെങ്ങാനും അവിടെ നിന്ന് പോയാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ അവരെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റും കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് വഴക്ക് പറഞ്ഞ് വെക്കുകയാണ്. ശരി എന്ന് പറയാൻ കേട്ടോ നന്ദിനി. പിന്നീട് കാണിക്കുന്നത് രാജുവേട്ടൻ്റെ അടുക്കളയിലാണ്. അപ്പോൾ കാർത്തു അടുക്കളയിലേക്ക് വരികയാണ് കേട്ടോ. രാജുവേട്ടാ, എനിക്ക് നല്ല തലവേദന,
കുറച്ച് ചായ വേണമായിരുന്നു എന്ന് പറയാണ്. കൊച്ചവിടെ പോയിരുന്നോ, ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം എന്ന് രാജു പറയാണ്. കാത്തു പറയുന്നില്ല, വേണ്ട രാജുട്ടെ, ഞാൻ ഉണ്ടാക്കിക്കോളാം, തേയിലയും പഞ്ചസാരയും എവിടെയെന്ന് പറഞ്ഞു തന്നാൽ മതി എന്ന് പറയാണ്. അങ്ങനെ രാജു അത് പറഞ്ഞു കൊടുക്കുകയാണ്. കാർത്തു ചായ ഉണ്ടാക്കാൻ കേട്ടോ, മോളെ ഇത്തിരി വെള്ളം കൂടി ചേർത്തോ, മോളുടെ കൈപ്പുണ്യ ചേച്ചിയുടെ പോലെയാണോ അല്ലേ എന്ന് എനിക്കറിയണമല്ലേ, എനിക്ക് വേണം ഒരു ഗ്ലാസ് എന്ന് പറയാണ്. അപ്പോൾ കാർത്തു ചിരിച്ചുകൊണ്ട്, ചേച്ചിയെ പോലെ പുലിയാവാനും എനിക്കറിയില്ല, എങ്കിലും ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അവൾ ചായ ഉണ്ടാക്കാൻ കേട്ടോ. ആ സമയത്ത് രാജു, മോളെ പുറത്ത് 2 പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ കാർത്തു ചായ ഉണ്ടാക്കാൻ വേണ്ടി പാലൊക്കെ ഒഴിച്ച് അത് തേയിലക്കിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പത്മ അടുക്കളയിലേക്ക് വരുന്നത്. അവളെ കണ്ടതും എടി എന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് കാർത്തു തിരിഞ്ഞു നോക്കുകയാണ്. പത്മയെ കണ്ടതും അവൾ പേടിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. ചായ ഇടുകയാണ് എന്ന് പറയുന്നത് കാത്തു. ഗ്യാസ് ഓഫ് ചെയ്യുക എന്ന് പറയാണ്. കാത്തു പേടിച്ചിട്ട്, ഗ്യാസ് ഓഫ് ചെയ്യാൻ എന്നോട് പറഞ്ഞത്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അവളെയും വിളിച്ചുകൊണ്ട് പത്മ ഹോളിലേക്ക് വന്നിട്ട്, മാറി നിൽക്കടി ഇങ്ങോട്ട് എന്ന് പറയാണ്. കാർത്ത് പേടിച്ച് നിൽക്കേണ്ടോ. അപ്പോഴേക്കും ഇന്ദ്രജയും വിജയും വേദയും അവിടേക്ക് ഇറങ്ങി വരികയാണ്. എന്താ മമ്മി എന്ന് ചോദിക്കുകയാണ് ഇന്ദ്രജ. ഇളയമുറ തമ്പുരാട്ടി അടുക്കളയിൽ കയറി ജോലി തുടങ്ങിയായിരുന്നു എന്ന് പറയാണ് പത്മ. ഞാൻ പറഞ്ഞില്ലേ, കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് സുദേവൻ മക്കളെയും കൊണ്ട് വന്നിരിക്കുന്നത് എന്നും പറയാണ്ടവരെ. അല്ല, നിന്നോട് ആരാടി അടുക്കളയിൽ പോയി ജോലി എടുക്കാൻ പറഞ്ഞത്? നീ ആരാ എന്നാണ് നിന്റെ വിചാരം? നിന്റെ ചേച്ചി പറഞ്ഞ അടുക്കളയിൽ കയറാൻ? നീയും നിന്റെ കുടുംബവും തൊട്ട ഒരു പാത്രം പോലും ഞങ്ങൾ തൊടില്ല. ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട വേദ. കാർത്തു പറയുന്നത്, ഞാൻ വലിയ തെറ്റുമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു ചായ ഇടുന്ന ഇത്രയും വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. കണ്ടോ മമ്മയുടെ അഹങ്കാരം, കോളേജിൽ പോകുന്നതിന് അഹങ്കാരമായിരിക്കും എന്ന് പറയാണ്. കാത്തു പറയുന്നത്, കോളേജിൽ പോകുന്നതിന് അഹങ്കാരമല്ല മാഡം, അതൊരു അവകാശമാണ് എന്നൊക്കെ പറയാണ്. ഇത് കേട്ടിട്ട് പത്മ നിർത്തടി എന്ന് പറയാനുണ്ടോ. ഇതൊന്നും അറിയാതെ രാജു അടുക്കളയിലേക്ക് വരുമ്പോൾ കാർത്തുവിനെ കാണുന്നില്ല. അല്ല, ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് ഇവരെ ഇവിടെ പോയി എന്ന് പറഞ്ഞ് തിരഞ്ഞു നോക്കുകയാണ്. അങ്ങനെ ഹോളിലേക്ക് എത്തിയപ്പോഴാട്ടോ പത്മയും മക്കളും അവിടെ വിസ്തരിക്കുന്നത് കാണുന്നത്. ഓഹോ, പത്മമ്മയുടെ പൊക്കിയോ എന്ന് പറഞ്ഞ് അവൻ അവിടേക്ക് വരികയാണ്. രാജുവിനെ കണ്ടതും ഇങ്ങോട്ട് മാറി നിൽക്കടാ എന്ന് പറയാണ് പത്മ. എന്നിട്ട് ചോദിക്കുന്നത്, ഇവൾ അടുക്കളയിൽ കയറുന്നത് നീ കണ്ടോ? കണ്ടു എന്ന് പറയാൻ രാജു. എന്നിട്ട് ഇവളെ അടുക്കള പണിയെടുക്കാൻ നീ സമ്മതിച്ചോ എന്ന് ചോദിക്കുന്നത്. ചായ ഇടാൻ ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ ആ കുട്ടി വേണ്ട എന്ന് പറഞ്ഞതാണ് എന്ന് രാജു പറയാണ്. ഒരുത്തി അടുക്കളയിൽ കിടന്ന് നിരങ്ങുന്നതിനെ മനുഷ്യന് സഹിക്കാൻ കഴിയുന്നില്ല, അതിന് പുറമേ ഇനി ഇവളും എന്ന് പറയാൻ കേട്ടോ പത്മ. അപ്പോഴാണ് നന്ദിനി താഴേക്ക് ഇറങ്ങി വരുന്നത്. എന്താ മാഡം എന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനി. ആരും ഒന്നും മിണ്ടുന്നില്ല. കാർത്തുവിനെ അടിച്ചത് എന്താ കാര്യം മോളെ എന്ന് ചോദിക്കാട്ടോ നന്ദിനി. കാർത്തു പറയുന്നത്, എനിക്കറിയില്ല, ഞാനൊരു ചായ ഇട്ടോട്ടെ എന്ന് പറഞ്ഞു. രാജുവിനെ സമ്മതിക്കുകയും ചെയ്തു. അത് കണ്ടതിനാണ് ഇവർ ഇങ്ങനെയൊക്കെ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശിയും സുദേവനും പിച്ചും കൂടി അവിടേക്ക് ഇറങ്ങി വരികയാണ്. അവരെ കണ്ടത് പത്മ, ആഹാ എല്ലാവരും ഇറങ്ങി വന്നല്ലോ. അല്ല, ഞാൻ അറിയാൻ വയ്യാന്ന് ചോദിക്കുക, സത്യത്തിൽ എന്താ സുദേവൻ നിങ്ങളുടെയൊക്കെ പ്രശ്നം? ഒന്നും മനസ്സിലാവാതെ സുദേവൻ, എന്താ മാഡം എന്ന് ചോദിക്കുകയാണ്. എൻ്റെ മകൻ സൂര്യ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അബദ്ധം കാണിച്ചു. ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത് അത് ഞാനും അവൻ തമ്മിലുള്ള പ്രശ്നത്തിന്റെ അടിസ്ഥാനമാണെന്ന് നിനക്കും അറിയാം, അത് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. സൂര്യ നിങ്ങൾ ഇവിടെ കയറി വരുമ്പോൾ ഇരുകൈ നീട്ടി സ്വീകരിച്ച് ഇരുത്തുന്നതെല്ലാം നിങ്ങളോടുള്ള ഇഷ്ടത്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. നിങ്ങൾ കൂട്ടത്തിലുള്ള ഒരുത്തൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ തോളിൽ കൈയിട്ട് നടക്കാനോ അവനെക്കൊണ്ട് സാധിക്കില്ല. കാരണം അവൻ ഈ വീട്ടിൽ ജനിച്ചവനാണ്. അവനെ ഞാൻ പ്രസവിച്ചതാണ് എന്നൊക്കെ പത്മ പറയാണ്. അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട്, എപ്പോഴും മമ്മിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കൂടി ഇല്ലടോ തനിക്ക് എന്ന് ചോദിക്കുക കേട്ടോ. പത്മ പറയുന്നത്, അല്ലെങ്കിൽ സുധേവൻ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളെല്ലാവരും മുകളിൽ, ഇവൾ അടുക്കളയിൽ. അല്ല, എല്ലാവരും കൂടി എൻ്റെ കുടുംബം പിടിച്ചടക്കി കീഴടക്കാൻ വേണ്ടി വന്നവരാണോ? മേഡം, ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാൻ കേട്ടോ സുധേവൻ. പിന്നെ എന്താണോ താൻ ഇവിടെ നോക്കി നിൽക്കുന്നത്? ഇറങ്ങി പൊക്കിയൂടെ? ഇതിന് കൂടുതൽ എങ്ങനെയാണ് തന്നോട് ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിക്കാൻ വേദ. ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായി നിൽക്കാൻ നന്ദിനി, ഭയങ്കര വിഷമത്തോടു കൂടി ബാക്കിയുള്ളവരും. അപ്പോൾ വിജയ് പറയുന്നത്, ആൻറ്റി ഒരു വാക്ക് പറ, എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് വെളിയിൽ പോയി തള്ളാൻ ഞാൻ ആദ്യം ഇയാളുടെ കാരണം നോക്കി എന്ന് പറയുന്ന സുദേവനോട്. പിന്നീട് നന്ദിനി വിജയ് സർ എന്ന് വിളിക്കാൻ. ഇത് കേട്ട് എല്ലാവരും ഷോക്കായി തിരിഞ്ഞു നോക്കുകയാണ്. എൻ്റെ അച്ഛനെ ഒന്നും ചെയ്യരുത്, അത് ചിലപ്പോൾ ആര് ചെയ്താലും എനിക്ക് സഹിച്ചെന്ന് വരില്ല. അപ്പോൾ പത്മ ചോദിക്കണേ, ആര് പറഞ്ഞാൽ നിനക്ക് സഹിക്കില്ലടി? നിന്റെ ശബ്ദമൊക്കെ ഉയരുമോ? എങ്കിലും എനിക്കതൊന്ന് കാണണമല്ലോ. ഡി, നിന്റെ ഈ നിൽക്കുന്ന അച്ഛൻ എന്താടി അയാളുടെ ക്വാളിഫിക്കേഷൻ, എന്താടി അയാളുടെ ക്വാളിറ്റി? സ്വന്തം മകളെ ഏതോ ഒരുത്തൻ കല്യാണ മണ്ഡപത്തിൽ വെച്ച് താലി കെട്ടിയപ്പോൾ അയാളുടെ കൂടെ മോളോട് പോയി പുറത്താൻ പറഞ്ഞിരിക്കുന്നു. ഈ വീട്ടിലെ എല്ലാവർക്കും അവളെ ഇഷ്ടമില്ല എന്നറിഞ്ഞിട്ടും വിളിച്ചുകൊണ്ട് പോകാതെ എന്തെങ്കിലും ഒരിക്കൽ മഹാറാണിയായിട്ട് അണിഞ്ഞൊരുങ്ങി വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് നന്നായിട്ട് അപമാനിക്കേണ്ട മുത്തശ്ശി ഇതെല്ലാം കേട്ട് പൊട്ടിക്കരയാണ്. എന്താന്ന് തീരുമാനിച്ചാൽ എല്ലാവരും കൂടി പെട്ടെന്ന് തീരുമാനിച്ചോ എന്ന് പറഞ്ഞ് കൈ കെട്ടി നിൽക്കാൻ പത്മ. ഇങ്ങനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.